ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ടൊയോട്ട സുപ്ര MK5 കൊണ്ടാണ് ഗായ്സ്. 4 നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് അൺലോക്ക് ചെയ്യണം. എൻ്റെ കയ്യിലുള്ള വണ്ടികളിൽ ഏറ്റവും കൂടുതൽ കൺട്രോളുള്ള വണ്ടിയാണ് ഗായ്സ് ഈ സാധനം. ഭയങ്കര കൺട്രോളാണ്. ഇത് ഡ്രിഫ്റ്റും കൂടി ഇട്ടേക്കും ഇപ്പം ഞാൻ. അതാണ് വണ്ടി അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ ഡ്രിഫ്റ്റും കൂടാണ്. അതുകൊണ്ട് പക്ക കൺട്രോളാ സാധനം. ആരാടാ ലൈറ്റ് ഇട്ടാ വണ്ടിയുടെ? ആരോ വണ്ടിയുടെ ലൈറ്റൊക്കെ ഇട്ട്. ഗൈസ്, അത് വണ്ടി നേരെ വീഴുണ്ട്. അത് ഞാൻ അങ്ങനെ ആക്കിയത്. പൊട്ടത്തരം കാണിച്ചു. എന്നത്തോടെ ചാടിച്ചപ്പോൾ കൊള്ളായിരുന്നു. അതുകൊണ്ട് അടുത്തതിൽ കൂടെ ഒന്ന് ചാടുന്നു. കൊള്ളായിരുന്നല്ലേ? ഗൈസ്, അപ്പം ഇന്ന് എൻ്റെ കയ്യിലുള്ള വണ്ടികൾ MK5, പഗാനി ആൻഡ് കോണിഗ്സെഗ് ജസ്കോ. ഗൈസ്, പഗാനിയാണ് ഫുള്ളി മോഡിഫൈഡ്. കോണിഗ്സെഗ് ജസ്കോ ആണെങ്കിൽ അതിലും ഫുൾ ടോപ്പ് സ്പീഡാ. 501 ആണ് ജസ്കോ മോഡിഫൈഡിൻ്റെ ഫുൾ പവർ എന്ന് പറയുന്നത്. നമുക്ക് ഇതിലേ ചെന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറാം. നമ്മളപ്പോൾ അവിടെ നിന്നായിരിക്കും പോയി കോണിഗ്സെഗ് ഒക്കെ എടുക്കുന്നത്. വണ്ടി ഡ്രിഫ്റ്റ് മോഡ് ഇട്ടേക്കുമെന്ന് വെച്ചാൽ കൺട്രോൾ മെയിനാണ്. അവിടെ നമ്മൾ എത്തി ഗൈസ്. അങ്ങനെ ഇതിലും മണ്ടയ്ക്കോട്ടുണ്ടോ? നമ്മളിപ്പോൾ ടോപ്പ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി പോയി വണ്ടികളെടുക്കാം. നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ബാക്ക് ടു മെനു, ടാപ്പ് ടു VIP പാസ് ക്ലോസ്. VIP പാസിനെ ക്ലോസ് ചെയ്തിട്ട് പ്ലാസ് നമുക്ക് ഓണ്ട് വണ്ടികളെടുക്കുമ്പോൾ നമുക്കിവിടെ ഏറ്റവും അടിയിൽ നമ്മളെ കയ്യിലുള്ള എല്ലാ വണ്ടിയും ഞാൻ കാണിച്ചു തരാം. ഈ സൂപ്പർ ഉണ്ട്, ഈ ഓഫ് റോഡ് വണ്ടിയുണ്ട്, ഈ ഓഫ് റോഡ് ഉണ്ട്, മഹീന്ദ്ര താറുണ്ട്, സെലേറിയോ ഉണ്ട്, വോൾക്സ്വാഗൺ പോളോ ഉണ്ട്, മസ്താങ് ഉണ്ട്, BMW E40 ഉണ്ട്. അതുകൊണ്ട് ഇവനെ എടുക്കണം. പക്ഷെ അതിന് റേസ് കളിക്കണം. ഞാൻ അടുത്ത ഇതിൽ കൊണ്ടുവരാം. പിന്നെ ഇത് GT ഡ്രിഫ്റ്റർ ഉണ്ട്, ടെസ്ല സൈബർ ട്രക്ക് ഉണ്ട്, ഡോഡ്ജിൻ്റെ വിൻറ്റേജ് സാധനമുണ്ട്. അല്ല, ഷെവറോൾട്ടാണ് ഇത്. നമ്മുടെ മെഴ്സിഡീസിൻ്റെ S ക്ലാസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡോഡ്ജിൻ്റെ പഴയ ഒരു വണ്ടി. പിന്നെ നമ്മുടെ ഈ മാസ്ഡ RX-7 ഉണ്ട്. ഇതെടുക്കാൻ നല്ല ഡയമണ്ട് കൊടുക്കണം. എൻ്റെ അത്രയില്ല. മോക്കോ V8 ഉണ്ട്, ഷാർക്കീറ്റ് ഉണ്ട്, BMW തന്നെ 3 വേർഷൻ എൻ്റെ ഇരിപ്പുണ്ട്. M5 3 M5 അല്ല, ഇല്ല, ഇത് M8, ഇത് M5, ഇതും M5 അല്ല, ഇത് M2, ഇത് M5. ഇതൊക്കെ വെച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ GTR ഉണ്ട്. ഈ സാധനം ഗൈസ് മെയിൻ എൻ്റെ ഇതിലുള്ള സൂപ്പർ കാർസ് ഒരെണ്ണം ഇവനാണ്, പോയിസഡൻ GT. ഈ ഓഫ് റോഡ് കാറൊന്നും ഞാൻ ഇറക്കിയിട്ടില്ല ഗൈസ്. ഇത് നമ്മുടെ ബെൻസിൻ്റെ ഒരു പുതിയ വണ്ടിയാണ്. ഇത് F1. വണ്ടിക്ക് പവർ ഇല്ലെന്നേ ഉള്ളൂ ഗൈസ്. പോർഷ 911 നമ്മൾ ഇതൊക്കെ വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതാണ്ട ഗൈസ് ഞാൻ പറഞ്ഞ മെയിൻ സാധനം കണ്ടോ? നമ്മുടെ പഗാനി ഗൈസ്. പഗാനിയുടെ ഇൻറ്റീരിയറൊക്കെ എല്ലാവരും കണ്ടല്ലോ. കണ്ടോ ഇപ്പോൾ കണ്ടോ? വേണമെങ്കിൽ വേണ്ട, നമുക്ക് 2 പഗാനിയാണ് അവൈലബിൾ. ഒന്ന് ഈ പഗാനി ഇച്ചിരി മോഡിഫൈ ചെയ്തതാണ്. മറ്റേത് ഇത് ഞാൻ സ്വന്തമായിട്ട് മോഡിഫൈ ചെയ്തു ഗൈസ്. പിന്നെ ഇതിനൊക്കെ 6000 ഡയമണ്ട് കൊടുക്കണമായിരുന്നു. ഒരു ദിവസത്തെ ഓഫറിന് നമ്മൾ 100 ഡയമണ്ട് എടുത്ത് അടുത്തത്. ഇത് എല്ലാവരും കണ്ടാണ് നമ്മുടെ കയ്യിലുള്ള 2ാമത്തെ സ്പോർട്സ് കാർ. ഇതാണ്ട ഗൈസ് ഞാൻ പറഞ്ഞ നമ്മുടെ കോണിഗ്സെഗ് ജസ്കോ.
ഇത് ജസ്കോടെ ഞാൻ മോഡിഫൈ ചെയ്ത വേർഷൻ. ആണ് ഗൈസ്. ഇത് നമ്മുടെ അടുത്ത സാധനമുണ്ട്, അത് നമ്മൾ 100 ഡയമണ്ട്സ് കൊടുത്ത് മേടിച്ചു. എൻ്റെ എൻജിൻ കണ്ടോ ഗൈസ്, ഡയമണ്ട് കൊടുത്ത് മേടിച്ച സാധനമാണ് ഞാൻ. എൻജിനാ മെയിൻ വർക്ക്ഷോപ്പാ. ഇത് ഏത് വർക്ക്ഷോപ്പ്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ്. ഇനി അടുത്ത വണ്ടി ഏതാ? അത് നമ്മുടെ സൂപ്പറാണ് ഗൈസ്. അപ്പം നമുക്കിപ്പോൾ ഏത് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങും? നമുക്ക് പഗാനി എടുക്കാം. പഗാനിയുടെ ന്യൂ വേർഷൻ മതി. 401 പവറുള്ള സാധനം എടുത്തുകൊണ്ട് സിംഗിൾ പ്ലെയർ ഇറങ്ങാം. മറ്റേത് കളിക്കണ നെറ്റ് വേണം. നെറ്റ് കൊണ്ട് നമ്മൾ ഓഫാക്കിയിട്ടേക്കുക. വണ്ടിയുടെ പവർ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കേറട്ടെ. 401 കേറുമോ? വണ്ടി ഡ്രിഫ്റ്റ് മൂടി ഇട്ട് നോക്കട്ടെ. ഏതോ വണ്ടിയൊക്കെ അടിച്ചു. 2 വണ്ടി തീർന്നു. വണ്ടിക്ക് കൺട്രോൾ ഇല്ല ഗൈസ്. വളയുന്നില്ല, വണ്ടി വളയുന്നില്ല. അതൊന്നാമത്തെ കാര്യം. ഡ്രിഫ്റ്റ് മൂടി ഇട്ട് ഈ വണ്ടി വളയത്തില്ല. ഡ്രിഫ്റ്റ് മൂഡ് ഓഫ് ആൻഡ് ഗോ. അതുകൊണ്ട് ഇപ്പം ഈ വണ്ടിക്ക് നല്ല വളവാ. പക്ഷെ ഡ്രിഫ്റ്റ് മൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വളയത്തില്ല. ഞാൻ ഇതെങ്ങോട്ട് പറഞ്ഞു പോന്നു? വണ്ടി ഒന്ന് റിപ്പയർ. സേഫ് ലാൻഡ്. വണ്ടി വളയാൻ പാടാ. ഇപ്പം കണ്ടോണം. ചത്തേ. നമ്മൾ ഫിത്തി കയറി പോകുന്നു. ഇന്റീരിയർ വ്യൂ ഇട്ടാ വണ്ടി തലകുത്തി കിടക്കുന്നു. ഇപ്പം നേരെ കിടക്കുന്നു. വണ്ടി എടുത്തോണ്ട് പോവാ. മതി ഇടിച്ചു. ഇന്റീരിയർ വ്യൂ നോക്കുമ്പോൾ വണ്ടി കയറി പോകുന്നുണ്ടോ? ഫ്രണ്ടൊക്കെ പൊങ്ങിയതാണ്ട്. ഇപ്പൊ പൊങ്ങി തന്ന്. നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് 5 ഡ്രിഫ്റ്റ് അടിച്ചിട്ട് വരാം. അയ്യോ, എൻ്റെ വണ്ടി വീണ്ടും മറിഞ്ഞേ. ഇത് ഇന്റീരിയർ വ്യൂ നടക്കത്തില്ലേ? വണ്ടിയുടെ പുറകിൽ നിന്ന് വരുന്ന തീയണ്ടോ? ബ്രേക്ക്. ഇവിടെ എനിക്ക് എപ്പോഴും അബദ്ധം പറ്റും. കൊണ്ടുവന്ന് ഇടിക്കും. ഈ വണ്ടി നമ്മൾ എയർപോർട്ടിൽ പോയി 5 ഡ്രിഫ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ട് പോയി ജസ്കോ എടുത്തോണ്ട് വരും ഗൈസ്. നമ്മുടെ മെയിൻ അവതാരം ജസ്കോ. ഡ്രിഫ്റ്റ് മോഡ് ആൻഡ് ഡ്രിഫ്റ്റ് മോഡ്. മറ്റേ ഡ്രിഫ്റ്റ് മോഡ് വീണത് ഇപ്പോഴാണ്. ഇടിക്കരുത്. ഇടിച്ച്. ഒന്ന് പൊങ്ങിയ ഡ്രിഫ്റ്റ് അടിക്കാം. ഹലോ മോനെ. നമ്മുടെ വണ്ടിക്ക് ഡ്രിഫ്റ്റ് മൂഡ് ഒന്നും ഇല്ലാതെ ചുമ്മാ റിവേഴ്സ് എടുത്തുകൊണ്ട് ഡ്രിഫ്റ്റ് അടിക്കും. ഇപ്പം അടിക്കുന്നുണ്ടോ? ഇത് വണ്ടിയുടെ ഡ്രിഫ്റ്റ് മൂഡിലുള്ള റിവേഴ്സ് ഡ്രിഫ്റ്റാണ്. ഇനി സാധാ കാണിച്ചുതരാം. ഡ്രിഫ്റ്റ് മൂഡ് ഓഫ്. കണ്ടോ? സാധാ ഡ്രിഫ്റ്റാണ് ഇത്. ഇതാണ് ഡ്രിഫ്റ്റ് മൂഡിലുള്ളത്. വണ്ടി നിരങ്ങി അങ്ങ് പോവും. എവിടെയെങ്കിലും ചെന്ന് അടിക്കുകയും ചെയ്യും. എന്നിട്ടും വണ്ടി ഡ്രിഫ്റ്റ് അടിക്കും. ഫ്രണ്ടിൽ ഡ്രിഫ്റ്റ് അടിക്കാൻ വണ്ടി ചാടിപ്പിക്കണം. നമുക്കപ്പോൾ ഇനി പോയി നമ്മുടെ മെയിൻ അവതാരം ജസ്കോ എടുക്കാം. നമുക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടി. വീക്ക്ലി കയറുമ്പോൾ ഒന്നുമില്ലല്ലേ? നമുക്ക് ഡ്രിഫ്റ്റൊക്കെ കുറവാണോ? അടിക്കാം. വെയിറ്റ് കരോ. ബാക്ക് ടു മെനു and I'm going to capture the main avatar.
ഇതാണ്ട ഗൈസ് നമ്മുടെ മെയിൻ അവതാർ. മെയിൻ സാധനം അതിൻ്റെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ എത്ര നോക്കട്ടെ. ഓ 500 ഗൈസ്, 500 കയറുന്ന സാധനമായിരിക്കുന്നത്. ഈ വണ്ടി വെച്ചിട്ട് ലാസ്റ്റ് ഒരു റേസിനൂടെ പോവാം. നല്ലതായിരിക്കും. ലാസ്റ്റ് റേസ് അത് 523 നല്ലതായിരിക്കും ഗൈസ്. നല്ല പവറുള്ള വണ്ടിയാ സാധനം. വണ്ടിയുടെ സൗണ്ട് ഒന്ന് നോക്കട്ടെ. ഓ സൗണ്ട് കേട്ടോ ഗൈസ്, വണ്ടി പൊട്ടി ഗിയർ മാറി ഗൈസ്. വണ്ടി ഒറ്റയടിക്ക് തന്നെ നമ്മള് ഒറ്റയടിക്ക് വണ്ടി എത്ര കയറും? 100 ഒക്കെ കയറുമോ? കൺട്രോളും അത്യാവശ്യം കൊള്ളാം. സീനില്ല. പാർക്കഡ് അത് സാധനം എങ്ങനെ ഉണ്ടായിരുന്നു ആ പാർക്കിങ്? വണ്ടി എന്ന് വർക്ക് ചെയ്തു ഗൈസ്. ഗിയറൊക്കെ മാറുന്ന എന്ത് സ്പീഡിലാന്ന് നോക്കിയേ. വണ്ടി എന്റെ വണ്ടി ബ്രേക്ക് ഗൈസ്. വണ്ടിക്ക് ബ്രേക്കിന്റെ കാര്യത്തിലൊക്കെ വണ്ടി മെയിനാണ്. കാട്ടിടിച്ചിട്ട് നമ്മൾ നേരെ ചെന്ന് വർക്ക്ഷോപ്പിൽ കയറി ഗൈസ്. വർക്ക്ഷോപ്പിലല്ലല്ലോ, ഗ്യാരേജിൽ ചെന്ന് കയറി. ഹലോ ടാറ്റ. നമുക്ക് റേസിന് കയറായിരുന്നു. പൊട്ടത്തിനം കാണിച്ചേ. എനിക്ക് റേസിന് കയറുന്നതിൻ്റെ മുമ്പ് വണ്ടി ഒന്ന് ഓടിക്കട്ടെ. വണ്ടിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇവിടുന്ന് ബാക്ക് പോയത് സീന് ഗൈസ്. വണ്ടി ഒറ്റയടിക്ക് താണ്ട 523 8 ഗിയറുള്ള വണ്ടിയാണ് സാധനം. വണ്ടിയുടെ ബാലൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ എൻ്റെ ഇല്ല. ഇപ്പൊ കണ്ടോണോ ഗൈസ്, അവിടെ തട്ടും. പറഞ്ഞില്ലേ പാർക്കാവും വണ്ടി പാർക്ക്. കയറട്ടെ. പോട്ടെ. കയറിയേ. I'm going to race and come. റേസിന് വേണ്ടിയിട്ട് പ്ലേയേഴ്സിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോണിക്സെക് ജെസ്കോ ഫുള്ളി മോഡിഫൈഡ് ആയിട്ടാണ് വരുന്നത്. ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തത് അവിടെ കിടപ്പുണ്ട്. അതിന് നമുക്ക് ഇച്ചിരി പവറൊക്കെ കൂട്ടാനുണ്ട്. ഇത് വണ്ടി നമ്മൾ റേസ് ഇവൻ്റാണ് കൊടുത്തത്. വരുന്ന ഏത് ഇവൻ്റാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല നമുക്ക്. ഗൈസ് റേസ് തന്നെ ഈ സ്ഥലത്തോ അതും മെയിനായിരിക്കും. ഇല്ല ഞാൻ മാത്രമല്ല, ഞാൻ മാത്രം എന്തോ പറ്റി? ആരുമില്ലേ റേസിന്? ആരുമില്ല ഗൈസ്, റേസിന് ആരുമില്ല. എന്തോ എടുക്കാൻ? നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാം. നമ്മൾ മൾട്ടിപ്ലെയറിന് സെർച്ച് ഫോർ പ്ലേയേഴ്സ് ആണ് ഗൈസ്. നമുക്ക് മറ്റേതിന് പ്ലേയേഴ്സിനെ കിട്ടുന്നില്ല, കാരണം ഒരുത്തനും ഇല്ല. ഇവിടെയെങ്കിലും ആളുകൾ കാണണേ. ആളുണ്ട്. അത് ആളില്ലയോ? ആളില്ലേ ഗൈസ്. ആരും എന്താണ് കളിക്കാൻ വരാത്തത്?
യെസ് ഗൈസ്, മൾട്ടിപ്ലെയർ. മൾട്ടിപ്ലെയർ എന്ന ആളുണ്ട് ഗൈസ്. നമ്മളിതാ ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് ഇടിച്ച് കയറ്റിയിരിക്കുന്നു. ഇതൊക്കെ ഏതൊക്കെ വണ്ടികൾ? നാം ഇതുവരെ കണ്ടിട്ടുള്ള വണ്ടികളാണ് ഇതെല്ലാം. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിപ്പോവാം. നടന്നില്ല അത്. ഇടിച്ചു വണ്ടി ഇടിച്ചു. താങ്ക് യു ഫോർ ദ ഹെൽപ്പ്. മോനെ റേസിനുണ്ടോ ഡാഡിയാ? ഇതേ എൻ്റെ അടുത്ത് പോയിട്ട് മോജി ഇടണം. ഓക്കെ. വാടാ മോനെ. അവൻ വരുന്നില്ല. അവൻ എന്നെ പറ്റിച്ച് ഗൈസ്, റേസിന് വരാമെന്നും പറഞ്ഞോണ്ട്. എന്തോ എടുക്കാനാണ് അവൻ എന്നെ പറ്റിച്ച് ഗൈസ്. അപ്പം നമ്മുടെ ഈ വണ്ടി കൊണ്ട് എന്തായാലും റേസിന് കയറാൻ പറ്റുന്നില്ല. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല നമുക്ക്. ഇടിക്കല്ലേ. ഇടിച്ചു വണ്ടി ഇടിച്ചു. നമുക്ക് വണ്ടി കൊണ്ടുപോയി എവിടെയെങ്കിലും നൈസിന് പാർക്ക് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഇവിടെ ഞാൻ പാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എവിടെ ദാണ്ട ഗൈസ്, അവൻ എൻ്റെ കൂടെ വന്നായിരുന്നു. ദാണ്ട എൻ്റെ കൂടെ വന്ന് മരം ഗൈസ്, വണ്ടിയുടെ അതാ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം,